ഹലോ, അപ്പം നമ്മളെ കൂൺ ഷെഡിയുടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡോറും കാര്യങ്ങളെല്ലാം വെച്ച്, അപ്പം കോട്ടപ്പറമ്പ ഹെൽത്തി മഷ്റൂം അതാണ് നമ്മുടെ കൂൺ ഷെഡിൻ്റെ പേര്. അപ്പം കൂൺ ഷെഡിൽ നമ്മൾ ഉള്ളിലോട്ടൊന്ന് പ്രവേശിക്കുക. അതിനു മുമ്പ് ഞാൻ കൂണിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചിട്ടൊന്ന് പറയാം, ജസ്റ്റ് ഒന്ന്. അപ്പോൾ രണ്ട് തരം കൂണുകളാണ് നമ്മൾ പൊതുവെ കൃഷി ചെയ്യുന്നത്. ഒന്ന് പാൽക്കൂൺ, ഒന്ന് ഓയിസ്റ്റർ മഷ്റൂം, അതായത് ചിപ്പിക്കൂൺ. അപ്പോൾ ചിപ്പിക്കൂണിലെന്ന് പറഞ്ഞാൽ നമ്മൾ 2 അടി ഉയരത്തിൽ 1.5 അടി വ്യത്യാസത്തിലായിട്ടാണ് കൂൺ ബെഡ് തൂക്കുക. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഒരു ഹുക്ക് ഉണ്ടാക്കി അതിനകത്ത് ഇട്ടിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഗ്രീനെറ്റ് കെട്ടി അതിൻ്റെ മുകളിൽ ഓലയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റിക്കിന് ഷീറ്റിട്ട് അതിന് മുന്നേ ചനച്ചാക്കിയിട്ട് അതുപോലെ തന്നെ മുകളിലും ചെയ്തിട്ടുള്ളത്. മുകളിൽ എങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ മുകളിൽ ആദ്യം ഗ്രീനെറ്റ് ഇട്ട് എന്നിട്ട് ഓലയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മളെ തെർമോക്കോൾ ടൈപ്പുള്ള റൂഫിംഗ് ഷീറ്റ് പോലത്തെ ഷീറ്റാണ് അത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ടാർപ്പ വിരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ അഥവാ ഇതിൻ്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി എല്ലാം നോക്കിയിട്ട് ചൂട് അധികമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ കൂണിൻ്റെ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഹൈജീനിക്കാണ്. നമ്മൾ കൂൺപുരേൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ കൈയും നമ്മളെ കാല് നമ്മളിടുന്ന ഡ്രസ്സ് എല്ലാം ഹൈജീനിക്കായിരിക്കണം. അപ്പോൾ നമ്മൾ കൈയും കാലും ഡെറ്റോൾ ഇട്ട് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് വേണം കയറണമെങ്കിൽ. പുറത്തുനിന്നുള്ള ആരും അകത്ത് കയറ്റാനും പാടില്ല. നമുക്കൊരു കുഞ്ഞിനെ ഒരു NACയിൽ എങ്ങനെയാണോ നോക്കുന്നത് അതേ കെയർ വെച്ചിട്ട് വേണം നമ്മൾ കൂണിനെ പരിപാലിക്കാൻ. അല്ലെങ്കിൽ ചെറിയൊരു ഡുക്കർമാരിലെ ഇൻഫെക്ഷനുള്ള ചില പുഴുക്കളും പ്രാണികളും എലികൾ അങ്ങനെയുള്ള എല്ലാ ശല്യവും ഉണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാകാതെ വൃത്തി നോക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് അതിനുള്ള വിളവ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഹൈജീനിക്കായിട്ട് എത്രത്തോളം പരിപാലിക്കാൻ പറ്റുമോ അത്രത്തോളം ഹൈജീനിക്കായിട്ട് പരിപാലിക്കുക. അപ്പോൾ അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് നനച്ച് കൊടുക്കണം. അതിന് ഹ്യൂമിഡിറ്റി കറക്റ്റാണ്. ഹ്യൂമിഡിറ്റി കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിനെ തന്നെ ബാധിക്കും, മൊട്ട് കരിയും. അപ്പോൾ നമുക്ക് അതിനുള്ള വിളവ് കിട്ടില്ല. പിന്നെ ഏറ്റവും നല്ലത് ആരോഗ്യത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കൂണ്. കാരണം എന്ന് വെച്ചാൽ ക്യാൻസറിന്, നമ്മൾ പ്രഷർ, ഷുഗർ, മറ്റേ കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലൊരു സാധനമാണ്. കാരണം പാവങ്ങളുടെ ഒരു അന്നം തന്നെയാണ് നമ്മൾ കൂണിനെ അറിയപ്പെടുന്നത്. കാരണം അതിനകത്തൊന്നും മോശമായിട്ടുള്ളതൊന്നുമില്ല. എല്ലാ ഫാറ്റും കാര്യങ്ങളെല്ലാം നല്ല നല്ല സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ അറിവ് തന്നേ ഉള്ളൂ. ഇതിനേക്കാൾ അറിവുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ അറിവുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഞാനിനി ബെഡ് കയറ്റുന്ന ദിവസം അടുത്ത വീഡിയോ കേട്ടോ. ഓക്കെ, ബൈ.